ആയിട്ട് പാട്ട് കേൾക്കാന്നുള്ളതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ. വീഡിയോ പിടിക്കാനോ? പിടിച്ചോ. ഇത് കേട്ടോ, കാസറ്റ് പ്ലെയർ ആണ്. നെക്കാമുച്ചി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലർക്കും അറിയത്തില്ലായിരിക്കും. പണ്ടത്തെ ഒരു ലെജൻഡ് ബ്രാൻഡാണ്. നമ്മുടെ സീമെൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ബ്രാൻഡാണ്. ഇവിടെ ഏത് രാജ്യമാണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കട്ടെ. മാനുഫാക്ചർഡ് ബൈ നെക്കാമുച്ചി, മെയ്ഡ് ഇൻ ജപ്പാനാണ് കേട്ടോ. ഇത് ജപ്പാൻ നെക്കാമുച്ചി തന്നെ. ഇതുണ്ട്, ഇത് കാണിച്ചു. നെക്കാമുച്ചി. ഓക്കെ, മതി. ഇത് AVR, അത് നെക്കാമുച്ചിയുടെ തന്നെയാണ് അല്ലേ? സാറ് നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. ഈ റിമോട്ടൊക്കെ ആണേലും അത് സാധാരണ കാണുന്നതിലും വൃത്തിയായിട്ട് ഇത്രയും വർഷങ്ങൾ ഉപയോഗിച്ച സാധനമല്ലേ. അത് ഓരോരുത്തരുടെ രീതിയാണ്. ഇത് നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അന്നേരം പ്രശ്നമാണല്ലോ. സാറ് ദുബായ് വർക്ക് ചെയ്യുമായിരുന്നു അല്ലേ? ഷാർജയിലാണ്. നമ്മുടെ മൾട്ടിപ്ലഗ് എന്ത് ചെയ്യും? പണ്ടത്തെ ഡിസ്പ്ലേ. പക്ഷേ ഈ ഡിസ്പ്ലേ ഇന്നും വർക്കിംഗ് ആണ്. ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള OLED ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. OLED ആ ഡിസ്പ്ലേ മുഴുവൻ കംപ്ലൈൻറ്റ്. സോണിയും വെച്ചു, സാംസങ്ങും വെച്ച്, LGയും വെച്ച്, എല്ലാവരും വെച്ച് ആ OLED. ചെറുതാണ്, ഒരു പ്ലേറ്റ് പോലെ ഉള്ളൂ. വളരെ ചെറിയൊരു ഡിസ്പ്ലേ. ഇവിടെ കണ്ട് കിടപ്പുണ്ടായിരുന്നു. തീരെ കനം കുറഞ്ഞ ഒരു ഡിസ്പ്ലേ ആണേ. പക്ഷേ അത് ലോകപരാജയം. അത് വെച്ച മുഴുവൻ സെറ്റും ഡിസ്പ്ലേ പോയി. ഡിസ്പ്ലേക്ക് ഭയങ്കര വിലയും. പക്ഷെ ടെക്നോളജിയൊക്കെ കൊള്ളാം, വളരെ നൈസാണ്. തീരെ ഇത് വലിയ മറ്റേ ട്യൂബ് പോലത്തെ വലിയ പണ്ടത്തെ സംഭവമാണ് അത്. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. എന്നാ തുറക്കണ്ട. സാധനമെല്ലാം വർക്കിംഗ്. ഈ സ്വിച്ചിൻ്റെന്ന് പറഞ്ഞാൽ സ്വിച്ചിനകത്തേ കുറച്ച് എന്നാൽ പിന്നെ അനക്കാൻ പോകണ്ട. അത് ചുമ്മാ സാധനം അഴിച്ചു കുളവാക്കുന്നതിലും നല്ലതേ വർക്കിംഗ് സാധനത്തിനകത്തുള്ളതായിരിക്കും. ഇതിപ്പോൾ CD എല്ലാം സെലക്ഷൻ ആവുന്നുണ്ട്. ഓക്കെ, ഷോർട്ടായിട്ട് ആയി പോയല്ലോ. ബ്ലൂടൂത്ത് എന്നാ പറ്റി? എന്നാ കംപ്ലൈൻറ്റ്? എന്നാന്ന് വരും? എന്നാ കുഴപ്പം? എന്നാ സാറേ പറയുന്നത് കണ്ടോരോ? അവര് ചെയ്യും. അതിന്റെ ചാർജ് കുത്താതെ തന്നെ കുത്തുമ്പോൾ തന്നെ ഓണായി വരും. അതാ JBLന്റെ സ്ഥിരം കംപ്ലൈൻറ്റ്. അത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് അല്ല സാറേ, അത് അതിൻ്റെ ബോർഡിലെ കംപ്ലൈൻറ്റാണ്. അത് JBLന്റെ പാർട്ടി സ്പീക്കർ മിക്കവാറും ഉള്ള ഒരു കോമൺ കംപ്ലൈൻ്റ്. അത് ഇവിടെ കിട്ടിയിട്ടുള്ള. അത് സാറ് ഒരു കാര്യം ചെയ്തു, നല്ല വിലയുള്ള സാധനമല്ലേ, അത് ആ JBLന്റെ സർവീസ് സെൻറ്ററിൽ തന്നെ കൊടുക്കും കേട്ടോ. അതാ നല്ലതേ. ഈ ബാറ്ററി അല്ല, ബാറ്ററിയുടെ പ്രശ്നം കൊണ്ട് തന്നെ ഒരിക്കലും ഓണാകില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ബാറ്ററിയുടെ പ്രശ്നം കൊണ്ട് നമുക്ക് എന്നിട്ട് സാറ് ബാറ്ററി മേടിക്കുകയും ചെയ്തു. US നിന്ന് കൊണ്ടുവന്ന സെറ്റാണോ? ഓക്കെ ഓക്കെ. അതിന് എത്ര രൂപ ചിലവ് വന്നു? $50? $50 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 5000 രൂപ അല്ലേ? ഇപ്പം 100 രൂപ അടുത്തായല്ലോ. അപ്പം സാറാ JBL ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്. അവർ ചെയ്തില്ല, ബുദ്ധിമുട്ടാണ്, ഞാൻ ചെയ്തു തരാം കേട്ടോ. JBLന്റെ ടോൾ ഫ്രീ നമ്പർ ആ കൂടെ അതെല്ലാം ഉണ്ടോ നോക്കിയിട്ട്.
അതില്ലെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ശരി. നീ ഷോർട്ട് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുക അല്ലേ? എന്നാൽ നീ ഷോർട്ട് പിടി. ആ, ഓക്കെ. എടാ അതിൻ്റെ ഒരു എന്നാ ഇതെടുത്ത് വെച്ചിട്ടില്ലേ ബാറ്ററി, പെട്ടെന്ന് പോയി മാറിക്കും. മേളിൽ പോയി മാറിക്കും, ഇവിടുന്ന് മാറിക്കും. കണക്ഷൻ ഒന്നും പറയാനില്ല. ഇതേ 7.4, പിന്നെ അടുത്തായിട്ടുള്ളൂ 11.1, അത്രേ ഉള്ളൂ കണക്ഷൻ. നീ വയറിട്ടോ, ഞാൻ കാണിച്ചു തരാം. പന്ത്രണ്ട് ഇഞ്ച് സോണി 5990. ആ, ഇനി എവിടെയാണ് ചെറുത് കിടക്കുന്നത്? ഇത് ഇത്രയും ചെറുത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സാറിൻ്റെ വേറെ എവിടെ? ഇത് ഡീപ്പാണ് ഇരിക്കുന്നത് 3 ഇത് വലുതാ? അതിനകത്തിന് അവിടെ വെച്ചാൽ ഇത് അങ്ങോട്ട് അടുത്ത് പോകാതിരിക്കാനോ? നമുക്ക് കൊറിയർ ചാർജും ആകും. അപ്പോൾ 20,000 അയക്കാൻ പറ, ബാക്കി പിന്നെ പറയാമോ? വരും വെയിറ്റ് ചെയ്യും വരും. അതിപ്പോൾ ഡെഡല്ലേ, കുത്തി നോക്ക്. അത് കുത്തി നോക്കണ്ട, അത് ഒന്നും കാണിക്കുക. അത് കുത്തിക്കോ, എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ നോക്കൂ. സാറിന് ഞാൻ അത് ഇങ്ങനെ തന്നേക്കാം, സാറിന് പോവാം. അതല്ല, അതിൻ്റെ വെറുതെ HDMI കൊടുക്കിട്ട് ചെയ്യുക, അപ്പം തന്നെ പടം വരും. അത് റിമോട്ടും ഉണ്ട്, കാറ്റലോഗും ഉണ്ട്. ചുമല പത്തിയാൽ പോരാ, പച്ച കത്തണം. അത് സ്വിച്ച് നോക്കി. അപ്പോൾ ഓഫല്ലേ? ഇനി ഓണാക്കി. പച്ച കത്തി നിൽക്കണം, ചുമല പോകരുത്. അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ എടുത്തോ, കുഴപ്പമില്ല. സെർച്ചിങ് എന്നാ മോനെ? ഒരെണ്ണം സൈഡിലുണ്ടെന്നേ. അത് ഏറ്റവും കൂടിയ 10 സംതിങ് ഉള്ള സാധനം. അത് വില താത്തല്ലേ ജിൻസി അടിച്ചേ? അതെ. സോണി 3 ഉണ്ട്. അത് നമ്മുടെ കയ്യിൽ ഒറിജിനൽ ഒറ്റ മോഡലേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ കുറഞ്ഞതില്ല. ഓക്കെ, ശരി. നമ്മളെല്ലാം അപ്ഡേറ്റഡ് ആയുള്ളൂ. എന്നാ സാധനം ബാറ്ററി ഇടണം റിമോട്ടേൽ. തരാം. ഞങ്ങൾ ഈ സാധനം ഇവിടെ സർവീസിന് എടുക്കുന്നത്. ഇനി ഇത് തന്നു വിട്ടാൽ ഇത് എവിടെയെങ്കിലും കളയും, വേറെ ഒരുത്തം വരും. അതുകൊണ്ട് തരുന്നില്ല, ഫോട്ടോ എടുത്ത് വെച്ചോ. ഇതെല്ലാം വർഷങ്ങൾ കൊണ്ടുള്ള അനുഭവ സമ്പത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ഇതെല്ലാം. എന്നാൽ ശരി. ബാറ്ററി അതൊന്നും വെക്കണം ജിൻസി. ഇനി വാ, ഓടി വാ.
രണ്ട് പായ സാറേ ഇതിൻ്റെ ഈ കറുത്ത വരയുള്ളത് നെഗറ്റീവ്, ഒരു വരയില്ലാത്തത് പോസിറ്റീവ്. എന്നാൽ സബ്വൂഫറിന് നേരെ തിരിച്ചു, ചുമന്ന വരയുള്ളത് പോസിറ്റീവ്. അല്ല, നമ്മളെ മലയാളി പെണ്ണുങ്ങളെല്ലാം രാജ്യം വിട്ടുപോയി കഴിയുമ്പോൾ ആണുങ്ങൾ പിന്നെ എന്നാ എടുക്കും? ഫാനിട്ടു മോളെ, അത് എടുക്കാൻ തുടങ്ങിയോ? AC ഇട്ടിട്ട് വരെ. ആ പിന്നെ എത്രയായിരുന്നു? അല്ല, അവനറിയത്തില്ല, അവൻ എൻ്റെ പ്രായമുള്ളവനായിരുന്നു. അവൻ്റെ വീട്ടിൽ AC ഒക്കെ ഉള്ളവനാണ്. അവൻ 35 ഇട്ടിട്ട് ഭയങ്കര ചൂടാണ്, തണുക്കുന്നില്ലെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫുള്ളിടാൻ പറഞ്ഞു. ഫുള്ളിട്ട് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴല്ലേ 35 പുള്ളി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് എത്ര പറഞ്ഞിട്ടും അവനും മനസ്സിലാകുന്നില്ലായിരുന്നു എന്നാ ഈ പറയുന്നത്. താത്തിട്ടാൽ നമുക്ക് സ്പീഡ് കുറയുമല്ലേ ഉള്ളെന്ന് അവൻ ചോദിക്കുന്നത്. സാറ് പരവേശം എടുത്ത് പോയി, സാറിന് ചൂടാണോ? ഹരികൃഷ്ണൻ, പിന്നെ ഹരീഷ്ണുണ്ടോ? ഹരീനെ ഉള്ളോ? അയച്ചേക്കാവേ. പിന്നെ ഇമാക്കുലേറ്റ് നെയില്, ഹരികൃഷ്ണൻ. ഇമാക്കുലേറ്റ് നെയിൽ ക്ലീനിങ് അല്ലേ? അങ്ങനെ പയനീർ കുട്ടന്മാർ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല ഗ്രില്ലൊക്കെ കാണാൻ എന്നാ സ്റ്റൈലാന്ന് നോക്കിയാൽ, അതിൻ്റെ ആ റിങ്ങും എല്ലാം കൂടെ നല്ല ഭംഗിയായിട്ടുണ്ട്. അകത്തെ ആ ഡിസ്പ്ലേയും എല്ലാം കൂടെ ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ പണ്ടത്തെ ആ ജപ്പാൻ്റെ ഒരു സ്റ്റാൻഡേർഡ്. പണ്ടത്തെ ജപ്പാൻ സെറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരുന്നു. എൻ്റെ LED വരുന്നത് അത് അയച്ച് മറിച്ച ടൈം എടുക്കും. അതിന് ഇച്ചിരി വിലയുണ്ട്. 3000 രൂപ ഞാൻ ഏകദേശം പറഞ്ഞാണേ. നമ്മൾ 2019 പണിതിട്ടുള്ളതാണല്ലോ. അപ്പോൾ എത്ര 7 വർഷമായി. ആ
ആ അത് അഴിക്കുമ്പോൾ ക്ലീൻ ചെയ്യാം. ആ അല്ലെ ആ ഷീറ്റ് മാറാം. അതിനൊരു 1500 രൂപ 2000 രൂപ. ഷീറ്റ് പിടിച്ചതാണെങ്കിൽ കളഞ്ഞേക്കാം, മാറിയേക്കാം. അത് തൂത്താ പോകുന്നതാണെങ്കിൽ തൂത്ത് കളയാം. ആ ചിലപ്പോൾ എല്ലാ ഷീറ്റും കാണണമെന്നുമില്ല. മറ്റേ യൂട്യൂബ് മ്യൂസിക് ആണ് ഇട്ടത്. യൂട്യൂബ് ഡയറക്റ്റ് യൂട്യൂബ് ഇല്ലേ, അതിന്റെ വ്യത്യാസം യൂട്യൂബ് ആയിപ്പോഴേ. ആ പിന്നെ എനിക്ക് ആ മറ്റേ ഒരു ഇങ്ങനെ ഒരു പൂവുകൾ ഒത്തിരി ഉള്ള ഒരു സ്ക്രൂഡ്രൈവർ. All this time, I've been holding on so tight, 'cause all that I do ഒരു ജെയിംസ് മാത്യു പൈസ ഇട്ടിട്ടില്ല. was easy to you. ഇപ്പോൾ ഒരാൾ തമിഴ്നാട്ടിൽ നിന്ന് ഇട്ടുന്നുണ്ട്. So call my time, but you weren't really എടാ, ഏത് mine, കമ്പനിയിലാ? just something to ടി സി do. എൽ അല്ലേ? ടി സി എല്ലുമായിട്ട് നമ്മൾ കൂട്ടുകൂടാൻ പോകുന്നുള്ളൂ. അടുത്ത കൊല്ലം തൊട്ട് റെഡിയാവും. സോണി ടി സി എൽ. ആ അത് I'm still stuck in self-defense. ആ ഷേപ്പ് ഉണ്ടോ? ഉണ്ടോടി ഇറങ്ങോട്ട് ഇതില്ല അല്ലേ? ഈ ഷേപ്പില്ല. ഒരു സെക്കൻഡ്. ഏതെല്ലാം ഇല്ലല്ലോ. ടി സി എൽ 6 പതിച്ചാ പറയണ്ടേ? ജെയിംസ് മാത്യു 4000 രൂപ ഇട്ടുള്ളൂ. ആ വന്നിട്ടുണ്ട്. Make your escape. You know the fortune favors the brave. So close, just get away. No surprise, but nevertheless, I'm still stuck in self-defense. No surprise, but nevertheless, I get lost when I look in your eyes. I just want to be next to you. I get lost when I look in your eyes. Do you even do you even I get lost when I look in your eyes. I just want to be next to you. I get lost when I look in your eyes. Do you even do you even ഇത് 350 പ്ലസ് 220 പ്ലസ് 220. മറ്റേത് ഇച്ചിരി ഓവർ. മറ്റേ മതി. വേറെ അവിടെ പോയെന്നെ. മറ്റേ ആ മോട്ടർ എടുത്തോ, അവിടെ കൊടുത്തോ. വീട് എവിടെ തന്നോട്ടെ? കാസർഗോഡ് നിന്ന് ഞങ്ങളെ കാണാൻ വന്ന 3 പേര്, 2 യുവ ആരാധകരും ഒരു പ്രായമുള്ള ആരാധകരും. എന്നിട്ട് തൊട്ടപ്പുറയാണ്ട് മലപ്പുറത്ത് നിന്ന് വന്ന 2 ചേട്ടന്മാർ. സാറിന്റെ പേരെങ്ങനെ സാറേ? ഡോക്ടർ സാറിന്റെ? വാസുദേവൻ സാറും ദിലീപും. വാസുദേവനും ദിലീപും 2 പേരും കോഴിക്കോട്ടാ. ഓക്കെ ഓക്കെ. മോന്റെ പേരെന്നാ? കുട്ടികളുടെ പേര് പിള്ളേർക്ക് മുട്ടായി കൊടുത്തേ. പേര് പറഞ്ഞു. സിഞ്ചോ. ആ അപ്പൊ നിന്നെ കാണാൻ വന്ന് നീ മുട്ടായി കൊടുത്തേ പിള്ളേർക്ക്. എന്റെ പേരെന്നാ? കുഞ്ഞുമാവയുടെ പേരെന്നാ? സിയോൺ. മുട്ടായി കിട്ടി ഇഷ്ടം പോലെ. നാണമാണോ നിങ്ങൾക്ക് പിള്ളേർക്ക്? നിങ്ങൾ എന്തിനാ നാണിക്കുന്നത്?
നാണിച്ച ഇപ്പോഴും ജീവിക്കാൻ മേലാത്ത കാലമാണ് ഇനി വരുന്നത്. അപ്പോൾ ഇതിന് മാറി നിന്നാൽ ആരും നമ്മളെ മൈൻഡ് ചെയ്യില്ല. പിന്നെ രാവിലെ പോരാ, രാവിലെ 10-നും 3-നും ഇടയ്ക്ക് എപ്പോൾ വന്നാലും നമുക്ക് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, ശരി. ആ, കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. ലൈനിലുണ്ട്. ആ ആ ആ കൊടുക്കാം. ഓക്കെ. സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി. ആ സിവിൽ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് KR ബേക്കറിക്ക് അടുത്ത്, ബസ് സ്റ്റാൻഡിനടുത്ത്. പണ്ട് ആദവുമായി ഒളിച്ച കഥ പറയുന്നില്ല. അപ്പം കള്ളത്തരം കാണിച്ചുകൊണ്ടാണ് അവർ ഒളിച്ചത്. കള്ളത്തരം നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആരെയും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാലം അത് നമ്മളാ ശരിയെന്നുള്ളത് തെളിയിച്ചോളൂ. നമ്മൾ ആരെയും പഠിപ്പിക്കേണ്ട കാര്യം, നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതിനെതിരായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ കാലം മാറ്റി വിട്ടോളൂ. നിങ്ങളെല്ലാം കട്ടപ്പന ഉള്ളവരാണോ? അടിമാലി ആ, രാജാക്കാട്. ആ, ഒറ്റ ബസ് ഉണ്ടായിരുന്നോ? തൊടുപുഴയ്ക്ക് വന്നല്ലേ? ഞങ്ങൾ അവിടുന്ന് അടിമാലിക്ക് വന്നു. അടിമാലിന്ന് തൊടുപുഴന്ന് ഇവിടെ പേട്ട. ആ, പേട്ടയെന്ന് അടുത്ത്. അങ്ങനെ പോലും ഏജൻസി എന്നല്ലേ? കാരണം വേറെ കൂടുതലൊന്നും നോക്കി നിൽക്കേണ്ടതില്ല. അപ്പം നിങ്ങൾ എന്തിനൊക്കെ പഠിക്കുന്നവരാ? മൂന്ന് പേരും. +1 3 പേരും. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നത് രാജാക്കാട്. എങ്ങനെ പഠിക്കാനൊക്കെ എളുപ്പമാണോ? എളുപ്പമല്ല. 3 സ്കൂളിലാണ് പഠിക്കുന്നത്. എന്തായാലും വേണം എന്നോട് ചോദിച്ചു. വയറിട്ട് കൊടുത്തരാവും. ആ, 1 മീറ്റർ വേണോ? ആരാണ് ഓർഡർ? ഇവനാ? ആരാ? മീറ്റർ വേണം പറ. ഇവനാണോ ഓർഡർ? ആ, 3 മീറ്റർ 2 മീറ്റർ. എന്റെ മീറ്ററിന്റെ